iWave വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. കേരളത്തിൽ ആകമാനം UDFന്റെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. പിണറായി വിജയൻ അടക്കം പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ LDFന്റെ കിരാതമായ ഭരണത്തിൽ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിലമ്പൂരിൽ ഇന്നേ വരെ കിട്ടിയിട്ടില്ലാത്ത ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരിൽ ഉണ്ടാവും. അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ആ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിയപ്പോൾ തന്നെ അതിന്റെ നല്ല സൂചനകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മുഴുവൻ എണ്ണിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ ഒരു പഞ്ചായത്ത് എണ്ണി ഞാൻ ഒരു കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇതുവരെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കാത്ത ഒരു ഭൂരിപക്ഷം നിലമ്പൂരിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വോട്ടർമാരോട് എനിക്ക് ഇത്രയും വലിയ ആളുകൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ അവരർപ്പിക്കുന്ന ആ വിശ്വാസത്തിനനുസരിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. എനിക്ക് സന്തോഷമുണ്ടെങ്കിലും ഇത്രമാത്രം ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ അവർക്ക് എങ്ങനെ അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന ആശങ്കയാണ് വാസ്തവത്തിൽ എനിക്കുള്ളത്. എന്തൊക്കെയായാലും ജനങ്ങളോട്, കാരണം മുഴുവൻ എണ്ണി തീർന്നാലേ നമുക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കൂ. എന്തൊക്കെയായാലും ഈ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിയപ്പോൾ ലഭിക്കുന്ന സൂചന ഒരു വലിയ ശുഭസൂചനയാണ്. കഴിഞ്ഞ 10 വർഷം എന്നത്, കാരണം ഒരു രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും എന്ത് തോന്നിവാസം ചെയ്താലും അതിനെ മറക്കാൻ അവസാനം പെൻഷൻ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതിയോ, ഒരു 400 രൂപ, അല്ലെങ്കിൽ ഒരു കിറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റ് പോയി. മാത്രമല്ല, ആ വികൃതമായ സർക്കാരിന്റെ മുഖം അത് പൗഡർ ഇട്ട് മിനുക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളാണ് കേരളത്തിൽ നൽകിയത്. ഇതിനൊക്കെ എതിരെയുള്ള വലിയ തിരിച്ചടിയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇതിപ്പോ നൽകിയ സൂചന മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്, 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മളത് കണ്ടതാണ്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ സൂചന ലഭിച്ചിട്ടും പിണറായി വിജയൻ അത് കണ്ണടച്ചു എന്നതാണ് യാഥാർത്ഥ്യം. വീണ്ടും ഈ ജനങ്ങളെ പറ്റിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു ശ്രീ പിണറായി വിജയൻ. അതിന് കൊടുത്തൊരു വലിയ മറുപടിയാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മരിക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, നിലമ്പൂരിന്റെ നഗരസഭ നിങ്ങൾ തിരിച്ചു പിടിക്കണം. ആര് സ്ഥാനാർത്ഥിയായാലും ശരി, നിലമ്പൂർ നിയോജക മണ്ഡലം നിങ്ങൾ തിരിച്ചു പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ 2 ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു വലിയ ഞങ്ങൾക്കൊക്കെ ഒരു കൃതാർത്ഥത വാസ്തവത്തിൽ ഞങ്ങൾക്കുണ്ട്. നിലമ്പൂരിലെ മുഴുവൻ UDF പ്രവർത്തകർക്കുണ്ട്. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.